ബിഗ് ബോസ് സീസൺ 7 കൊണ്ട് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാകാൻ പോകുന്നത് ടോപ്പ് 5ലേക്ക് എത്തുമോ ഫസ്റ്റ് എടുക്കുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഒരു ഇമ്പാക്ട് ഉണ്ടാകാൻ പോകുന്ന രണ്ട് പേര്, അതായത് ഒരു കപ്പിൾസ് എന്ന് പറയുന്നത് ആദിലയും നൂറയായിരിക്കും. നമ്മൾ അനീഷുമായിട്ടുള്ള ആ ഒരു കോംബോ ഒക്കെ വരുന്ന സമയത്ത് തുടക്കം എനിക്ക് ഉറപ്പായിട്ടും അതൊരു അനീഷും ആദിലയും തമ്മിലുള്ള ഒരു ഫണ്ണി ആയിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ ഈ ഒരു 2 ആഴ്ചയായിട്ട് ആദില കുറച്ച് ഓവറായി എന്ന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ആദിലയും നൂറയും തമ്മിൽ ഒരു വഴക്ക് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നൂറ നന്നായിട്ട് ആദിലയെ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട്. എന്നാൽ ആ ഒരു പബ്ലിക്കാണ്, ആൾക്കാർ കാണും, 72 ക്യാമറ ഉണ്ട് എന്ന ബോധം നൂറയുടെ മനസ്സിൽ അപ്പോഴും ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് നൂറ കുറച്ച് കൺട്രോൾ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന അനീഷുമായിട്ടുള്ള ആദിലയുടെ പല ആക്ടിവിറ്റീസും, അതായത് മീൻസ് ദേഷ്യപ്പെടുന്നതായിക്കോട്ടെ, പറയുന്ന ചില വാക്കുകളായിക്കോട്ടെ, അത് നൂറയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അത് ആ ഒരു അവസരത്തിൽ തന്നെ നൂറ അതിനകത്ത് ഇടപെട്ട് ആദില എന്നൊക്കെ പറഞ്ഞ് ശക്തമായിട്ട് തന്നെ വഴക്ക് പറയുകയും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയും നീ കാണിക്കുന്നത് നല്ലതല്ല എന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ നൂറ അത് റിയാക്ട് ചെയ്യുന്നുമുണ്ട്. പക്ഷെ ആദിലയ്ക്ക് ഒന്നും തലയിൽ കയറുന്നില്ല. എനിക്കിപ്പോ ആദിലയുടെ ഈ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഒരു ബ്രേക്ക് വേണം ആദിലയ്ക്ക്. ആദില ശരിക്കും പറഞ്ഞാൽ ഔട്ട് ഓഫ് കൺട്രോൾ ആണ്, അല്ലെങ്കിൽ ഒരു മൂഡ് സ്വിങ്സിന്റെ ആ ഒരു വക്കിലാണ്. പുള്ളിക്കാരിക്ക് മടുത്തു ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കുറെ നാളിങ്ങനെ ഒറ്റയ്ക്കൊക്കെ നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഇല്ലേ, ആ ഒരു ഫ്രസ്ട്രേഷൻ ആദിലയ്ക്ക് ഉണ്ട്, ഷുവർ ആയിട്ടുണ്ടായിരിക്കും. ആദില എടുത്ത് പറയുന്നത് നൂറയുടെ ഒറ്റ ആവശ്യം, നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്തോളൂ, പക്ഷേ നീ ഈ ദേഷ്യപ്പെടുന്നത് ഒഴിവാക്കണം, ദേഷ്യം നല്ലതല്ല, ആങ്കർ ഒഴിവാക്ക് എന്നിങ്ങനെ നൂറ ആവർത്തിച്ച് പറയുകയാണ്. അപ്പൊ ഉടനെ ആദില പറയുന്ന ഒരു മറുപടി എന്ന് വെച്ചാൽ, ഞാൻ 5 വർഷം പഠിച്ചിട്ട് വന്നതല്ല, അനീഷിനെ പോലെ 5 വർഷം പഠിച്ചിട്ട് വന്നതല്ല, ഇവിടെ വന്നു ഞാൻ റിയൽ ആയിട്ടാണ് നിൽക്കുന്നത് എന്ന് ആദില ആവർത്തിച്ച് പറയുകയാണ്. അതായത് ഞാൻ ഫേക്ക് ആകുന്നില്ല, എന്റെ ആങ്കർ ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. നൂറ പറഞ്ഞിരുന്നു നീ കുറച്ചുകൂടെ ആക്റ്റീവ് ആകണം എന്ന് നൂറ പറഞ്ഞിരുന്നു. അതായത് നൂറയുടെ വെറും ഒരു ഷാഡോ ആയിട്ട് മാറാൻ പാടില്ല. ഇത് സത്യത്തിൽ ഇത് തിരിച്ചായിരുന്നു. അതായത് നൂറയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആദിലയുടെ ഷാഡോ. ആദിലയായിരുന്നു ഒരുപാട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് മൊത്തവും ഒരുമാതിരി ഫിലോസഫി പറയുന്ന കണക്കായിരുന്നു ആദിലയുടെ ആദ്യത്തെ ഒരു ക്യാരക്ടർ എന്നൊക്കെ പറയുന്നത്. പക്ഷെ രണ്ടുപേരും സ്പ്ലിറ്റ് ആയപ്പോഴത്തേക്കും നൂറ കയറി അങ്ങോട്ട് ഹൈപ്പായി, ആദില അങ്ങ് താന്നുപോയി. നൂറ ഹൈപ്പ് ആയപ്പോൾ അത് കണ്ടിട്ട് ഷോക്ക് ആയതാണോ എന്ന് പോലും നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ആദില പറയുന്നതെന്ന് വെച്ചാല്, ഈ നൂറ ഇങ്ങനെ അഡ്വൈസ് ചെയ്തല്ലോ, നീ കുറച്ചുകൂടെ ഒന്ന് ഓൺ ആകണം, ആക്റ്റീവ് ആകണം എന്ന് പറഞ്ഞതിന്റെ പേര് ഞാൻ ദേഷ്യം അഭിനയിക്കുകയല്ല, എനിക്ക് വന്നു പോകുന്നതാണ് എന്നിങ്ങനെ ആദില പറയുകയാണ്. അപ്പൊ നൂറ പറയുന്നുണ്ട്, ആങ്കർ ഒന്നിനും, ദേഷ്യം ഒന്നിനും ഒരു പരിഹാരമല്ല, നീ ദേഷ്യപ്പെടുന്നത് ഒഴിവാക്ക്, അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് ആദില വിളിച്ചു വരുത്തുന്നതാണ്. അതായത് ആദില പറയുന്നുണ്ട്, നൂറ നീ സംസാരിക്കാൻ ഓക്കെ ആണോ, എനിക്ക് നിന്റെ നിന്ന് ഇരുന്ന് സംസാരിക്കാനുള്ള സമയമുണ്ടോ എന്നിങ്ങനെ ആദില ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണ് അവർ ആ സംസാരത്തിലേക്ക് വരുന്നത്. അപ്പം വന്നിരുന്നിട്ട് ആദില ഈ സംസാരിക്കുന്നത് മുഴുവൻ ഒരു കോംപ്രമൈസ് ടോക്ക് പോലെ തോന്നാത്തത് കൊണ്ട് നൂറ പറയുന്നുണ്ട്, നീ കോംപ്രമൈസ് ടോക്കിന് വിളിക്കുന്നതാണോ അതോ ഇങ്ങനെ തർക്കുത്തരം പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണോ, എനിക്കിത് താല്പര്യമില്ല, നീ ഇങ്ങനെ പറയുന്നതൊന്നും എനിക്ക് പറ്റുന്നില്ല, കാരണം നീ ഭയങ്കര ദേഷ്യപ്പെടുകയാണ്, നീ വെറുതെ ദേഷ്യപ്പെടുകയാണെന്ന് നൂറ പറയുന്നുണ്ട്. അപ്പം സപ്രസ് ചെയ്യണം എന്നാണോ നീ പറയുന്നതെന്ന് ആദില ചോദിക്കുന്നുണ്ട്. അതായത് എന്റെ ദേഷ്യം ഞാൻ സപ്രസ് ചെയ്ത് വെക്കണം എന്നാണോ എന്ന്. പക്ഷെ അവിടെയും പറയുന്നതെന്ന് വെച്ചാൽ, ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്തിനാണ് ഇങ്ങനെ ആക്ടിവിറ്റീസ്, ദേഷ്യപ്പെട്ട ഓരോ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നതെന്ന് നൂറ വീണ്ടും പറയുന്നുണ്ട്. അങ്ങനെ അതായത് ഇപ്പം ഞാൻ അങ്ങനെ സപ്രസ് ചെയ്ത് വെച്ച് അഭിനയിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണോ ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത്, ഞാൻ നീ അല്ലല്ലോ എന്ന് ആദില പറയുന്നുണ്ട്. അപ്പം നല്ല രീതിക്ക് സംസാരിക്കാനായിട്ടാണോ നീ എന്നെ വിളിച്ചതെന്ന് നൂറ എടുത്ത് ചോദിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ നൂറയെ ആദില വന്ന് വിളിച്ചോണ്ട് വന്നിരുന്ന് സംസാരിക്കുകയാണ്. അപ്പൊ ഈ നല്ല രീതിക്ക് വിളിക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെ സംസാരിക്കാൻ വിളിച്ചത്, അതോ ഇങ്ങനെ തർക്കുത്തരം പറയാനായിട്ടാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നൂറ പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, അനീഷേട്ടന്റെ സംസ്കാരം അങ്ങനെയാണ്, അനീഷേട്ടൻ ദേഷ്യപ്പെടും, അനീഷേട്ടൻ അങ്ങനെയാണ്, പക്ഷെ നമ്മുടെ സംസ്കാരം അതല്ല മോനെ എന്നിങ്ങനെ നൂറ പറയുകയാണ്. നൂറ ആദിലയെടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നൂറ ശരിക്കും പഠിച്ചു വെച്ച ഒരു കാര്യമുണ്ട്, ഇത് ബിഗ് ബോസ് ഹൗസ് ആണ്, ഇവിടെ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന കണക്ക് നിൽക്കാൻ പറ്റില്ല, ഇതിവിടെ കുറച്ച് ഫേക്ക് ആകണം, അല്ലെങ്കിൽ ഗെയിമിനനുസരിച്ച് നമ്മളെ ഒന്ന് പരുവപ്പെടുത്തണം. അപ്പൊ ആദിലയെടുത്ത് അത് അഡ്വൈസ് ചെയ്ത് കൊടുക്കുകയാണ്. നീ ഈ പറയുന്ന ഈ ഒരു കാര്യത്തിലൊക്കെ ഇവിടെ ബിഗ് ബോസ് ഹൗസിനകത്ത് നിൽക്കുമ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ആദില പിന്നെയും പറയുന്നത്, ഞാൻ അത് ഫേക്ക് ആകണോ, ഞാൻ ഇതെല്ലാം സപ്രസ് ചെയ്ത് ഫേക്ക് ആകണോ എന്ന് ആദില എഗെയിൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ നൂറ പറയുന്നതെന്ന് വെച്ചാൽ, നീ എങ്ങനെ മനസ്സിലാക്കുന്നു എനിക്കറിയത്തില്ല, പക്ഷെ ഇത് ബിഗ് ബോസ് ഹൗസ് ആണ്, ഇത് നമ്മുടെ വീടല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദില പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളത് ഓർത്തു വെച്ചിരിക്കുക. ഒരു പേഴ്സണലി ഒരു ദേഷ്യമുണ്ട് എന്നുള്ളത് ആദില അവിടെ സമ്മതിക്കുന്നുണ്ട്. അതായത് എനിക്ക് അനീഷിനെ ഇഷ്ടമല്ല, എനിക്ക് അതുകൊണ്ട് തന്നെ ഒരു ശത്രുവായിട്ട് പോലും എനിക്ക് അനീഷിനെ കാണാൻ താല്പര്യമില്ല, എനിക്ക് അനീഷിനോട് വെറുപ്പാണ്, ഇഷ്ടമല്ല, ദേഷ്യമാണ് എന്ന് എടുത്തെടുത്ത് പറയുകയാണ്. അപ്പോൾ ഉടനെ നൂറ ചോദിക്കുന്നുണ്ട്, എന്താണ് ദേഷ്യം,
എന്താ അനുസരിപ്പിക്കാനായിട്ട്, എന്താണ് ദേഷ്യം എന്ന് ചോദിക്കുന്നുണ്ട്. ദേഷ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ആദില പറയുന്നുണ്ട് എന്നെ അനുസരിപ്പിക്കാൻ വരുന്നു, അതാണ് ദേഷ്യം. അപ്പൊ നൂറ ചോദിക്കുന്നുണ്ട് എന്താണ് നിന്നെ അനുസരിപ്പിക്കാൻ വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. കറക്റ്റായിട്ട് ആ നൂറ എല്ലാം ഫ്രെയിം ചെയ്ത് ചോദിക്കുന്നത് അടിപൊളിയാണ്. അപ്പൊ ആദില പറയുന്നുണ്ട് പാത്രം കഴുകാൻ വന്നു, അതാണല്ലോ അത് അനുസരിക്കണം, അതാണല്ലോ നിന്റെയൊക്കെ ആവശ്യം എന്ന് ആദില നൂറയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ചോദിക്കുകയാണ്. അതായത് അനീഷ് പാത്രം കഴുകുന്ന് പറഞ്ഞ് അനുസരിപ്പിക്കാൻ വരുന്നുണ്ട്. ഇത് പലതവണ അനീഷ് ഇത് ആവർത്തിക്കുന്നുണ്ട് കേട്ടോ. അനീഷ് പലപ്പോഴും ആദിലയുടെ പിന്നാലെ പോയി നിന്നിട്ട് പാത്രം കഴുകുക, ആദില എഴുന്നേൽക്ക് എന്ന്. ആ അവസരം ഉണ്ടാക്കാതിരുന്നാൽ പോരെ, എന്തിനാണ് ആദില മനഃപൂർവ്വമായിട്ട് ആ അവസരം ഉണ്ടാക്കുന്നത്? അപ്പൊ ഇത് പറയുമ്പോൾ ഒരു പക്ഷേ ആദിലയ്ക്ക് സ്വന്തം ഫാദറിനെ ഓർമ്മ വരുന്നുണ്ട് എന്ന് പറഞ്ഞത് സത്യമായിരിക്കാം. പക്ഷേ ഇത് ബിഗ് ബോസ് ഹൗസ് ആണ്, അൾട്ടിമേറ്റ്ലി ഇത് ബിഗ് ബോസ് ഹൗസ് ആണ്. അപ്പൊ ആദില ഇത് പറയുന്നതനുസരിച്ച് അപ്പൊ നൂറ പറയുന്നുണ്ട് ഞാൻ അതാണ് കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് നീ പറയുന്നു അല്ലേ എന്ന് പറഞ്ഞിട്ട്, കാരണം അവരുടെ ഇടയിൽ ആ ഒരു കോൺഫ്ലിക്റ്റ് വരികയാണ്, അവരുടെ ഇടയിൽ വഴക്കുണ്ടാവുകയാണ്. അപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ ആ പാത്രം കഴുകുന്ന കാര്യത്തിന്റെ ആ അനുസരിപ്പിക്കലാണോ ഈ ആദിലയ്ക്ക് ഇത്രയും ദേഷ്യം എന്നും അവിടെ നൂറ എടുത്ത് ചോദിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആദിലെ ഫേക്ക് ആയി നിൽക്കണോ എന്നിങ്ങനെ എടുത്തെടുത്ത് ആദില തന്നെ ചോദിക്കുന്നുണ്ട്. ഫേക്ക് അല്ല, ഈ ബിഗ് ബോസ് ഹൗസിൽ റിയൽ ആയിട്ട് ഒരാൾക്ക് നിൽക്കാൻ സാധിക്കത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ബിഗ് ബോസ് ഹൗസിന് പുറത്ത് ഭയങ്കര ഇന്നസെന്റ് ആയിട്ടൊക്കെ നിന്ന് അത് അവരുടെ ഒരു 11 വർഷം ഉണ്ടെങ്കിൽ ആ 11 വർഷവും അനുമോൾ അങ്ങനെയാണ്. പക്ഷെ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിട്ട് അവർക്കൊരു മണി ഭ്രാന്ത് പിടിച്ച കണക്കായിരുന്നു അവരുടെ വഴക്കിടലൊക്കെ. പിന്നെ ആ വൈൽഡ് കാർഡ് എൻട്രീസ് വന്നപ്പോഴത്തേക്കും എല്ലാവരും അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നത് കുറഞ്ഞപ്പോൾ മാത്രമാണ് അനുമോൾ കുറച്ചൊന്ന് മാറിയത്. എല്ലാവരും പറയുന്നുണ്ട് ആ വൈൽഡ് കാർഡ് എൻട്രീസ് വന്നപ്പോൾ മാറി എന്നുള്ളത്. സത്യത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വെച്ചാൽ എല്ലാവരും അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്ത് കളിയാക്കി കുറ്റപ്പെടുത്തി. അതൊന്ന് കുറഞ്ഞപ്പോഴത്തേക്ക് അനുമോൾ ആ ഒരു ബ്രേക്ക് കിട്ടി, അവിടെ ഒരു റിലാക്സ് ആകാൻ പറ്റി. ആദിലേക്കും അതുപോലെ എന്തെങ്കിലും ഒരു ബ്രേക്ക് കിട്ടണം, അല്ലെങ്കിൽ ആദിലേക്ക് അതിനകത്ത് തന്നെ ഒന്ന് റിലാക്സ് ആകാൻ ഒരു അവസരം കിട്ടണം. ആദിലേക്ക് അത് കിട്ടാത്ത പക്ഷം ആദില ഉറപ്പായിട്ടും എവിക്റ്റ് ആകാനുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ സംഭവിക്കാനുള്ള ഒരു സീനുണ്ട്. കാരണം ഈ പേഴ്സണൽ ആയിട്ടുള്ള ഒരു പേഴ്സണൽ ഗ്രഡ്ജസ് ഒക്കെ വെച്ചിട്ടാണ് പെരുമാറുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആദില അനീഷിനെ ഉപദ്രവിക്കുന്ന ലെവലിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് എവിക്ഷൻ ആയിരിക്കും. അപ്പോൾ എന്തായാലും ശരി, ആദിലയും നൂറയും തമ്മിൽ ഒരു നല്ലൊരു കോൺവെർസേഷൻസ്, അതായത് ഫൈറ്റിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആദില കണ്ണാടി നോക്കിക്കൊണ്ടാണ് ഈ നൂറയുടെ സംസാരിക്കുന്നത്. അതായത് കണ്ണാടി കൂടെ നൂറയെ കാണാൻ പറ്റും. അപ്പൊ അത്തരത്തിലിരുന്നാണ് ആദില സംസാരിക്കുന്നത്. ആ സംസാരിച്ചതിന്റെ ഇടയിൽ കൂടെ ഒരു വാക്ക് കൂടെ വന്നു, നമുക്ക് എല്ലാം നിർത്താം നൂറ എന്ന്. കാരണം അവർ തമ്മിൽ ഈ അനീഷിന്റെ പേര് പറഞ്ഞ് വഴക്കടിക്കുകയാണ്. അപ്പോൾ ആ വഴക്കടിക്കുന്ന ഒരു ഗതി വന്നപ്പോഴത്തേക്കും ആദില പറയുന്നത് നമുക്കെല്ലാം നിർത്താം നൂറ എന്ന് പറയുകയാണ്. അതായത് അവർ തമ്മിൽ തന്നെ എല്ലാം നിർത്താം എന്നുള്ള ഒരു ഇമ്പാക്റ്റിലേക്ക്, അത്രയും ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ നൂറ അന്നേരം ഇതാണോ മറുപടി, അങ്ങനെയുള്ളൊരു അവസ്ഥയുണ്ട്. പക്ഷെ എങ്കിലും നൂറയെടുത്ത് തിരിച്ചും പറയുന്നുണ്ട് ഇത് ഇങ്ങനെ കൊണ്ടുപോകാനാണെങ്കിൽ ആദില ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, ആങ്കർ കൺട്രോൾ ചെയ്യ്, നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ പുറത്ത്, നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്ന്. അപ്പൊ ആദില പറയുന്നുണ്ട് നീ ആയിരുന്നു വീട്ടിൽ, പുറത്ത് നീ ആയിരുന്നു ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത്, ഇപ്പൊ നീ മാറിയല്ലേ എന്നിങ്ങനെ ആദില ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, നൂറ പറയുന്നുണ്ട് വീട്ടിൽ കൺട്രോൾ ചെയ്യുമായിരുന്നല്ലോ, ആദില ദേഷ്യം വീട്ടിൽ കൺട്രോൾ ചെയ്യുമായിരുന്നു, പക്ഷെ ബിഗ് ബോസ് ഹൗസിൽ വന്ന് കൺട്രോൾ ചെയ്യുന്നില്ല. അപ്പം അത് അയാളെ ആദില ഉള്ളിലേക്ക് എടുക്കുന്നത് കൊണ്ടല്ലേ എന്നിങ്ങനെ നൂറ ആദിലയെടുത്ത് ചോദിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർ തമ്മിൽ തുറന്ന് സംസാരിക്കുകയാണ്. ഈ ഒരു തുറന്ന് സംസാരിക്കുന്നതിന്റെ കൺക്ലൂഷനിൽ ആദില പറയുന്നുണ്ട് ശരി, നീ പറയുന്നത് അനുസരിക്കാം, ഞാൻ ദേഷ്യപ്പെടുന്നില്ല എന്ന് ആദില പറയുന്നുണ്ട്. പക്ഷെ എന്താകും എന്നറിയത്തില്ല, അടുത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയാകും എന്നറിയത്തില്ല. ഏതായാലും ശരി, ഇവരുടെ തമ്മിലുള്ള ആ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടല്ലോ, അത് നിലനിൽക്കണം. അത് വളരെ മനോഹരമാണ്. ആ പ്രണയം അത് അവർ തമ്മിൽ മാത്രം സാധിക്കുന്ന ഒരു അത്രയും മനോഹരമാണ്, ബ്യൂട്ടിഫുൾ ഒരു ലവ് സ്റ്റോറിയാണ് ആദിലയുടെയും നൂറയുടെയും. ഈ ഒരു അനീഷിന്റെ പേര് പറഞ്ഞിട്ട് അത് അനീഷ് അറിയുകയാണെങ്കിൽ അനീഷിനും അത് ഭയങ്കര വേദനയായിരിക്കും. ഉറപ്പായിട്ടും ഇത് അനീഷ് ഈ ഒരു വഴക്കിലേക്ക് എത്തിക്കാതിരിക്കാൻ അനീഷ് പേഴ്സണലി ശ്രമിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ നൂറയുടെയോ ആദിലയുടെയോ അനീഷിന്റെയോ പക്ഷം പറയുന്നില്ല. എനിക്ക് ഈ 3 പേരെയും ഒരുപോലെ ഇഷ്ടമാണ്. അനീഷ് ഒരു കോമണർ ആയതുകൊണ്ടും അനീഷ് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ആ ടാസ്കിന്റെ ബേസിസിലൊക്കെയാണ്, ആ ബോട്ടിൽ ഫാക്ടറി ടാസ്കിന്റെ ബേസിസിൽ അനീഷിനെ ഞാൻ കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ ഈ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അവരുടെ ടോക്കിന്റെ ഇടയിൽ 3 പേരും എനിക്ക് ഒരുപോലെ തന്നെ ഇഷ്ടമുള്ള ആൾക്കാരാണ്. ആദിലയും നൂറയും പിരിയാൻ പാടില്ല. ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത് ഇത്തരത്തിലുള്ള റിലേഷൻസ് ഒക്കെ ബ്രേക്കപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളൊരു അങ്ങനെ ഒരു തോന്നൽ എല്ലാവരുടെ ഇടയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ ഉണ്ടാകരുത് എന്ന് ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. അതുപോലെ അനീഷിന്റെ കാര്യത്തിൽ അനീഷ് കാരണമാണ് ഇവർ തമ്മിൽ പിരിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അനീഷിന് പോലും അത് സഹിക്കത്തില്ല. അപ്പോൾ ഏതായാലും ശരി,
ആദിലയ്ക്ക് ഒരു ബ്രേക്ക് വേണം. അതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അനീഷ് മനഃപൂർവ്വമായിട്ട് അവരുടെ അടുത്തേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. ഒരു സ്നേഹം കാണിക്കാനാണെങ്കിലും അനീഷ് പോകേണ്ട. മരുന്ന് ചോദിക്കാനൊക്കെ അനീഷ് അവരുടെ അടുത്തേക്ക് മനഃപൂർവ്വം പോകുന്നതാണ്. കാരണം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. വഴക്കുണ്ടാകാതിരിക്കാനാണ് അനീഷ് ഇത് ചെയ്യുന്നതെങ്കിൽ അത് തിരിച്ച് ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഫീലാണ് ആദിലയ്ക്ക് അനീഷ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു റെമഡി എന്ന് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം പറയുക. അതുപോലെ തന്നെ നമുക്കും സപ്പോർട്ട് ചെയ്യാം. ഈ ഒരു ബിഗ് ബോസും കൂടെ അടുത്ത ലാലേട്ടൻ വരുന്ന ദിവസം ഈ ഒരു പ്രശ്നം ആദില അനീഷ് തമ്മിലുള്ള ആ ഒരു വഴക്കും പ്രശ്നവും അത് ലാലേട്ടനായിട്ട് തന്നെ സോൾവ് ചെയ്ത് ആദിലയുടെയും നൂറയുടെയും ആദില നൂറ ആ ഒരു റിലേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാലേട്ടൻ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണം എന്ന് നമുക്ക് പറയാം. അപ്പോൾ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.